ആഞ്ഞെടുത്തത് കെശംകുത്തിലാണല്ലോ. एकाग्रता अक्कल दिला आयुधेडू तयारला വലിയ ദുഃഖം ഒഴിവാക്കണമല്ലോ, അതെന്റെ കടമയല്ലേന്നോർത്ത് പറഞ്ഞതാ. ആ, അത് നന്നായെന്ന് ഞാൻ പറയൂ. കിടാത്തൻ്റെ ഒരു ശ്രദ്ധ അവനിലുണ്ടല്ലോ. ഞങ്ങൾക്ക് അത്രയും സമാധാനം. എനിക്കങ്ങനെ തോന്നിയത് എത്ര നന്നായി. പിന്നാലെ ചെല്ലണമെന്ന് ഏതൊക്കെ കുടിയിലാ കയറി ഇറങ്ങിയത്. സങ്കടം തോന്നി. ഇവിടുത്തെ സ്ഥിതി എന്താ, അവരുടെ സ്ഥിതി എന്താ? ഹിമാലയവും യോഗിക്കുന്നും തമ്മിലുള്ള അന്തരമല്ലേ. മൂന്നു മണിയെ രുദ്രന് വലിയ ഇഷ്ട. എല്ലാവർക്കും അത് അറിയുകയും ചെയ്യാം. നമുക്ക് രുദ്രന്റെ പുടമുറി അടിയന്തരം അങ്ങ് നടത്താം. എന്താ കിടാത്ത? അല്ല, ഇവിടുത്തെ മോനത് ഇഷ്ടാവില്ല. എന്തൊക്കെയോ കശപിശുണ്ട് എന്റെ മോളായിട്ട്. കുട്ടികളല്ലേ, ഞാൻ പറയാം 3 മണിയോട്. അതെ, എന്നാലും ഒരേ മഠത്തിൽ പെടുന്നവർ തമ്മില് പുടമുറി പതിവില്ലല്ലോ. കിടാത്തിനെന്താ സമ്മതം ഇല്ലാന്നുണ്ടോ? സന്തോഷേ ഉള്ളൂ, എന്റെ മോളുടെ സൗഭാഗ്യം. എന്നാലും കാന്തനിങ് എത്തിയിട്ട് പോരേന്നൊരു വിചാരം. പുടമുറി കഴിഞ്ഞ രുദ്രനൊരു മാറ്റം ഉണ്ടാവും അല്ലേ? കിടാത്തൻ 3 മണിയോട് രുദ്രനെ ചെന്നൊന്ന് കാണാൻ പറയൂ. ഓ, തുപ്പല് ഗംഭീരായി. തുപ്പാനേ നേരെ ഉള്ളൂ. കുമ, നമുക്ക് നമ്മുടെ പണി അങ്ങോട്ട് ആരംഭിക്കാം. ചാത്തോത്തിന്റെയും ചിരികണ്ടോത്തിന്റെയൊക്കെ അധിപൻ ഇനി കിടാത്തൻ. കിടാത്തിനത് എന്ത് പറ്റി? എന്നെ അങ്ങ് ബോധിക്കാത്ത പോലെ. വേവലാതിയായിരിക്കും കുട്ടികളുടെ കാര്യം ആലോചിച്ചിട്ട്. രുദ്രനെ ഓർത്ത് ആദ്യം ഒഴിഞ്ഞ നേരല്ല മനസ്സിന്. നീ അവനെ കൂട്ടി വരണം. നിന്നെ അവൻ അനുസരിക്കും. പുടമുറി താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയണം അവനോട്. കടുക്കനും രുദ്രാക്ഷവും അമ്മയായ ഞാൻ പോലും രുദ്രൻ ഗുരുക്കൾ എന്ന് വിളിക്കണം. ഗുരുക്കൾ പൂജ നടത്താനും ശവത്തിൽ ഭസ്മം പൂശാനും ഭിക്ഷ തെണ്ടാനും ഒരു ഗുരുക്കൾ സ്ഥാനം. വലിയ ഗുരുക്കളെ സമാധി. അവന്റെ പ്രശ്നം അതാന്ന എൻ്റെ ഊഹം. അവർ തമ്മിൽ അത്രയ്ക്ക് അടുപ്പമായിരുന്നല്ലോ. ഞാൻ സംസാരിക്കട്ടെ അവനോട്. ഞാൻ നിമിത്താണോ ഇങ്ങനെയൊക്കെ? കറുപ്പ് ഉപേക്ഷിച്ചത് ഇതിനായിരുന്നോ? അകന്നകന്ന് പോണൂന്നൊരു തോന്നൽ.
അച്ഛനെ സ്വപ്നം കണ്ടിട്ട് എന്താ ഉണ്ടായത്? എന്താ ഗുരുക്കളെ, കഞ്ഞിക്കാലായോ? ഞാനും കൂടണം. എന്തിനിങ്ങനെ ആളുകളുടെ പരിഹാസം ഏൽക്കുന്നു? ആര് ചട്ടം കെട്ടി വിട്ടതാ നിന്നെ? അച്ഛൻ നമ്മളെ വേർപെടുത്താന്നുള്ള ഉദ്ദേശത്തില്. ഗൗരവൊന്ന് മതിയാക്കൂ. കേളിയത്ര മതിയാക്കി ചാത്തോത്തേക്ക് തിരിച്ചു പോണം. എന്താ മനസ്സിലുള്ളത് പറ. തെറ്റും ശരി അറിയുന്ന ആളല്ലേ, എന്നിട്ടും കേമാണല്ലോ. ഗുരുക്കൾ ഇവിടെ ഒന്നും അല്ലേ, സഹായിയും കണക്ക് തന്നെ. കഞ്ഞി വെന്ത കഞ്ഞിവെള്ളായിരിക്കണു. പണിക്കരെ യോഗിക്കുന്നും വന്ന് കിട്ടി. നിന്നെ തിരക്കി വരികയായിരുന്നു. ഇത്രയ്ക്ക് വേണമായിരുന്നോ? എന്തിനും കൂടെ നിൽക്കണമെന്ന് വാക്ക് വാങ്ങിയത് ഇതിനായിരുന്നോ? കേളിയാത്ര മതിയാക്കി നീ ചാത്തോത്തേക്ക് മടങ്ങണം. വലിയ ഗുരുക്കളുടെ സമാധി ഞാൻ അറിഞ്ഞില്ല. അങ്ങ് നെടിയോട്ടും കുന്നുമ്മ കിടക്കുന്ന ഞാൻ എങ്ങനെ അറിയാനാ? പഴയ പോലെ ഊരു ചുറ്റലും കളിയൊന്നുമില്ല. സംഘത്തിൽ ചില പ്രശ്നങ്ങൾ. ശങ്കു ചിലതൊക്കെ പറഞ്ഞു. അച്ഛൻ്റെ സ്മരണയ്ക്കാണെങ്കിൽ ആണ്ടിലൊരിക്കൽ പോരെ കേളിയാത്രം? ഏഴു വയസ്സിൽ തുടങ്ങിയതാ ദീക്ഷയും മന്ത്രവും തന്ത്രവും വലിയ ഗുരുക്കളുടെ കീഴിൽ. എന്നിട്ടും ആ സ്വസമുദായത്തിൽ നിന്ന് ഭിക്ഷയെടുത്തു 3 മണിൻ്റെ വീട്ടിൽ നിന്ന്. വലിയ എന്തോ രഹസ്യമുണ്ടോ അവൻ്റെ മനസ്സിൽ. ഈ അന്തം വിട്ട കളി അതുകൊണ്ടാ. ചാത്തോത്തൊരു പൂരക്കളി. രാത്രിയിൽ ഞങ്ങൾ മാത്രമാകുമ്പോൾ സംസാരിക്കട്ടെ. പ്രാണൻ വെടിഞ്ഞ അച്ഛൻ കിടന്നത് ഇവിടെയാണ്. സ്വപ്നത്തിൽ തെളിഞ്ഞത് സ്വപ്നമായി തന്നെ അസ്തമിക്കുമോ? ഉമിത്തൈ കണക്കെയുള്ള ഈ നീറ്റൽ അവസാനിക്കണം. ഈ യാമം മുതൽ ഞാൻ തയ്യാറാവുകയാണ്. എനിക്ക് സത്യം അറിയണം. കോമപ്പണിക്കരെ കൊണ്ട് ഞാനത് സാധിക്കും.